നമസ്കാരം. നമ്മുടെ ഗോവൻ കാഴ്ചകൾ തുടരുകയാണ്. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോഴാണ് ലക്ഷ്യ എന്നു പേരുള്ള ഒരു കടയിൽ എത്താൻ ഇടയായത്. നമ്മളുള്ളത് വാസ്കോയിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഗുണകരമാവുന്ന ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത്. കാരണം നമ്മൾ ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കണക്കുള്ള രുചികരമായ ഭക്ഷണം കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇനി അങ്ങനെ ആരും ഓർത്ത് വിഷമിക്കേണ്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അതേപോലെയുള്ള എല്ലാ ആഹാരവും കൃത്യമായിട്ട് നല്ല രുചിയോടുകൂടി കിട്ടുന്ന ഒരു കടയുണ്ട്. വാസ്കോയിലാണ് ഈ കടയുള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം. എല്ലാ മലയാളികളാണ് കടയ്ക്കുള്ളിൽ പാചകത്തിനായിട്ടും കട നടത്തുന്നതും എല്ലാം മലയാളികളാണ്. നമ്മുടെ നാട്ടിലെ കണക്കുള്ള അപ്പവും ദോശയും പൊറോട്ട എല്ലാം വളരെ രുചികരമായ രീതിയിൽ നമുക്ക് ഇവിടുന്ന് കഴിക്കാം. ഞാൻ കഴിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോകാം. നമ്മളിങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നല്ലൊരു കാഴ്ചയാണ് കാണുന്നത്. ശരിക്കും നമ്മുടെ മസാല പൊടിക്കും അല്ലേ ഏട്ടാ? അത് കലപ്പില്ലാത്ത എല്ലാ ഐറ്റംസും സ്പേസ് മാത്രമാണ്. പട്ട, ഗ്രാമ്പ്, ഏലം, അധികം. അതെ അതെ. ഈ മലബാറത്തെ സ്പെഷ്യൽ ബിരിയാണിക്കുള്ള കല്യാണ ബിരിയാണിക്കുള്ള സംഭവം. സ്പെഷ്യൽ ബിരിയാണി നമ്മൾ കൊടുക്കാറുണ്ടോ? അതെ. തലശ്ശേരി ബിരിയാണി. അതെ. നാടൻ വിഭവങ്ങൾ ഇവിടെ തയ്യാർ ചെയ്യുന്നതിൻ്റെ രഹസ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൃത്യമായിട്ട് ഇവിടെ എല്ലാ ജീവനക്കാരെയും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ഒരു കട നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ വലിയ ദുഷ്കരമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ കട മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ കട നടത്തുന്ന ആൾക്കാർ നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് ചോദിച്ചറിയാലോ. എൻ്റെ ഒരു മനോഹരം കട വലിയ പ്രശ്നങ്ങളായിരുന്നു ഇവിടെ വന്ന് നമ്മൾ ഗോവയിൽ ആദ്യം ബിസിനസ് തുടങ്ങുമ്പോൾ. ഇപ്പം 3-4 വർഷമായിട്ട് ഇവിടുത്തെ രീതികളൊക്കെ അറിയാം. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ, ഗോവയിൽ കിട്ടാത്ത സാധനങ്ങളാണ് നമ്മളിവിടെ കൊടുക്കുന്ന ഫുഡുകളെല്ലാം. നമ്മുടെ മെനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ കാണുന്ന ബോർഡറിലുള്ള എല്ലാ ഐറ്റവും ഇവിടെ ഉള്ളതാണ്. അത് വാങ്ങിക്കാൻ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമുക്ക് കൊടുക്കാൻ മേലാത്ത പോലെ കച്ചവടമായി. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് വന്നു കഴിഞ്ഞപ്പം ഭയങ്കര പരാതികളും പ്രശ്നങ്ങളും ഡെയിലി ഒത്തിരി പ്രശ്നങ്ങൾ തരണം ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ദൈവാനുഗ്രഹത്തെ നല്ലപോലെ പോകും. നല്ലപോലെ കച്ചവടമായി. നല്ലപോലെ 10-12 കുടുംബം നമ്മളോട് ഏറെക്കുറെ 10-12 സ്റ്റാഫുണ്ട്. എല്ലാവരും കൂടെ സന്തോഷമായിട്ട് കഴിഞ്ഞ് പോകുന്നുണ്ട്. ചട്ടിച്ചോറ് കഴിച്ചിട്ടുണ്ട് ഫോർട്ട് കൊച്ചിന്നും അവിടെ നോക്ക്. നമ്മളിവിടെ ചെന്നാലും അവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഫുഡ് നോക്കില്ല. അപ്പോൾ ഇവിടെ ഗൂഗിൾ നോക്കിയപ്പോൾ ഇവിടെ കിട്ടി. എന്തായാലും വന്നു, സന്തോഷം. ചേട്ടന്മാരെ കണ്ടാലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒറിജിനൽ മസാല കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മൾ നമ്മുടെ കറിക്കൂട്ടിന് വേണ്ടി നമ്മൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതാണ്. ഒന്നും നമ്മൾ ബിരിയാണി ഉണ്ട്. ബിരിയാണി നെയ്ച്ചോറൊക്കെ നമ്മുടെ ഫേമസാണ്. തലശ്ശേരി ദം ബിരിയാണി നമ്മുടെ ഫേമസ് ഐറ്റമാണ്. ഇവിടെ അത് കഴിക്കാനൊക്കെ ആയിട്ട് ആൾ വരുന്നുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്നത് തികയുന്നില്ല എന്നുള്ളതാണ്. ഉച്ച സമയത്തൊക്കെ കൂടുതൽ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം കുറവാണ്. കൂടുതലും സ്വിഗ്ഗി, സൊമാറ്റോ, പാഴ്സൽ, പിന്നെ വീട്ടുകാർ വന്ന് പാഴ്സൽ, അങ്ങനെയാണ് നമുക്ക് കച്ചവടം കൂടുതൽ. വൈകുന്നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വൈകിട്ടൊന്നും നോക്കിക്കുക. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ബിസിനസ് അറിയാം. ബിസിനസ്സിനും ആൾക്കാരോടൊക്കെ ചോദിച്ച് നോക്കിയോ. ഇഷ്ടംപോലെ കസ്റ്റമറുണ്ട്. The reason we were not expecting Goa to have Kerala restaurant as such, like a proper Kerala restaurant. It just happened that my brother had visited this place and he showed us this place. Absolutely the best. If you see the way we have eaten, we have completely tasted it. Amazing. Thank you so much. ഇവിടെ ഗോവയിൽ മലയാളി ഫുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വരണം. വേറെ എവിടെ ഒരു ടേസ്റ്റും ആ ഒരു ഇതായിട്ട് കിട്ടുന്നില്ല. എല്ലാവരും വരാറുണ്ടല്ലേ? നമ്മളെല്ലാവരും ഇവിടുന്നാണ് നമ്മുടെ ഫുഡ്. ഈ ഇത്ര സ്ഥലപരിമിതിയിലാണ് നമ്മുടെ ആ ബോർഡിലെ കാണുന്ന ഐറ്റങ്ങളെല്ലാം നമ്മൾ മേക്ക് ചെയ്യുന്നത്. അതാണ് നമ്മുടെ മെയിൻ കുക്ക്.
ഗോവ എയർപോർട്ടിന് സമീപത്തായിട്ടാണ് ഈ കട ഉള്ളത്. അപ്പോൾ എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാനുള്ള എല്ലാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ ഡെലിവറി ഉൾപ്പെടെ ഈ കടയിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ വാസ്കോയിൽ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു കടയിലേക്കുള്ളൂ. അപ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് രുചികരമായ ഭക്ഷണം, ഗോവയിൽ എത്തിക്കഴിഞ്ഞാൽ രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേറെ എങ്ങും പോകേണ്ട, നേരെ നമ്മുടെ ലക്ഷ്യ കടയിലേക്ക് പോരെ. ഇവിടെ നമ്മുടെ മലയാളി ചുണക്കുട്ടികൾ റെഡിയായിട്ടിരിക്കുകയാണ്. പൊറോട്ട കണ്ട വീശി അടിക്കുന്ന കാണാൻ കഴിയും. ഞങ്ങൾ ഈ ലൈവ് പൊറോട്ട കേരള പൊറോട്ട ലൈവായിട്ട് അടിച്ച് തുടങ്ങിയതിന് ശേഷമാണ് പൊറോട്ടയ്ക്ക് ഇവിടെ ആയത്. നമ്മളാണ് ഇവിടെ ലൈവായിട്ട് ഫസ്റ്റ് ഗോവ ഫസ്റ്റ് ലൈവ് പൊറോട്ട അടിക്കുന്നത് ഞാനാണ്. ഓർഡർ കിട്ടാറുണ്ടോ? ധാരാളം ഇഷ്ടം പോലെ ഓർഡർ ഉണ്ട്. കഴിഞ്ഞിടയ്ക്ക് 600 പൊറോട്ട ഓർഡർ ഉണ്ടായിരുന്നു, ഒറ്റയ്ക്ക് അടിച്ച് കൊടുത്തു. പിന്നെ പൊറോട്ട ഓർഡർ ഉണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തു. പിന്നെ അടുത്ത ദിവസം 5-ാം തീയതി ഓർഡർ ഉണ്ട്. നമുക്ക് ഓൺലൈൻ ഡെലിവറിയാണ് കൂടുതൽ. സ്വിഗ്ഗി സൊമാറ്റോയുടെ നല്ലൊരു സെയിൽ നമുക്കിവിടെ ഉണ്ട്. അത് മൊത്തം കൈകാര്യം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിനാണ് ഫോണിൽ ഓർഡർ എടുക്കുക, എഴുതിയെടുത്തിട്ട് ഓർഡർ കറക്റ്റായിട്ട് കൊടുത്തു വിടുന്നത്. അതൊരു വലിയ റിസ്ക്കുള്ള പരിപാടി തന്നെയാണ് ഓൺലൈൻ ബിസിനസ്. എന്തെങ്കിലും ഒരു സാധനം മാറിപ്പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ്. നമുക്ക് കൊടുക്കാൻ മേലാത്ത പോലെ തന്നെ ഓൺലൈൻ ബിസിനസ്. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്ന കേരള ഫുഡാണ്. മെയിനായിട്ട് മീൽസ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ പൊറോട്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത്. പിന്നെ ചിക്കൻ്റെ ഐറ്റം ഫേമസ് ആണ്. നമ്മുടെ പൊറോട്ടയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം. അടുത്ത വേറെ കടയൊന്നുമില്ലല്ലേ പൊറോട്ട? ലൈവ് പൊറോട്ട കിട്ടുന്ന കട ഇവിടെ ഒന്നുമില്ല. ഇത് അന്വേഷിച്ചാണ് വരുന്നത്, നമ്മളെയാണ് കോൺടാക്ട് ചെയ്യുന്നതെല്ലാം. നമ്മുടെ പൊറോട്ട മേക്കർ നല്ല കൈപ്പുണ്യമുള്ള ആളല്ലേ? പൊറോട്ട മേക്കർ പുള്ളി തുടങ്ങിയ അന്ന് മുതൽ നമ്മളോടുള്ള എല്ലാ കാര്യങ്ങൾക്കും ശരിക്കും ഇതൊരു കൗതുകമായിരുന്നല്ലേ ആദ്യം ഇങ്ങനെ പൊറോട്ട ഇവിടെ അടിച്ചപ്പോൾ? പിന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് തരുന്നു. പിന്നെ ഫുള്ള് ഓർഡറാണ്, ബൾക്കായിട്ടുള്ള ഓർഡറുകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാ ആഹാരങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.